ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് ഉപമകളാൽ സ്വർഗീയ പ്രവേശനം ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായി ഈ അധ്യായത്തിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബുദ്ധിയുള്ള കന്യകയുടെ ഉപമ പറഞ്ഞു, കർത്താവ് താലന്തുകളുടെ ഉപമ പറഞ്ഞു. ഇനിയും ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ജെൻറ്റൈൽസ്, ജാതികളെ വിസ്തരിക്കുന്ന ആ കാര്യം 31 മുതൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്തു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്കാണ് പോകുകയും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിനവൻ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവനവനോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാവുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവങ്കിലേക്കും പോകും. ഇന്ന് ഉള്ള സഭയും വ്യക്തിജീവിതങ്ങളും ഇതറിഞ്ഞിരിക്കേണ്ട വലിയ ഒരു കാര്യമാണിത്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സമൂഹത്തോടുള്ള നമ്മളുടെ കടപ്പാട്. ഈ തീക്കനൽ മിനിസ്ട്രി സുവിശേഷം പ്രഘോഷിക്കുന്നതോടൊപ്പം തീക്കനൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പൂർണ്ണമായി സാധുക്കളായ ആളുകളെ സഹായിക്കുന്ന പദ്ധതിയാണ്. സ്പ്രെഡ് ദ ഗോസ്പൽ ആൻഡ് ഹെൽപ്പ് ദ നീഡി. ഈ ചെറിയവരൊരുത്തിന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ആണ് ചെയ്തത്, ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാണ് ചെയ്യാതിരുന്നത്. നമുക്കുള്ളത് പങ്കുവെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും സാധിക്കുന്ന അവരവരുടെ വ്യക്തിപരമായ ജീവിതം കൊണ്ട്, അവരവരുടെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ, അവരവരുടെ വ്യക്തിപരമായ സമ്പത്തിലൂടെ മറ്റുള്ളവരെ കരുതുവാനും, വിശക്കുന്നവനെ ദാഹിക്കുന്നവനെ ആരെ അതിഥിയെന്ന് മനസ്സിലാക്കുവാനും, ജയിലിൽ കിടക്കുന്നവനെ തടവിൽ കിടക്കുന്നവനെ വസ്ത്രമില്ലാത്തവനെ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവനെ തിരഞ്ഞുപിടിച്ച് അവനെ ചേർത്ത് പിടിക്കുവാനുള്ള ആ മനോഭാവമില്ലാത്ത ഒരുത്തനും സ്വർഗരാജ്യത്തിൽ കിടക്കയില്ല. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള സമീപനം അപ്രകാരമായിരിക്കുന്നുവെന്ന് വളരെ കൃത്യമായി വേദപുസ്തകത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. കൃത്യമായി കർത്താവേ, ഈ അവകാശം ആർക്കാണ് ലഭിക്കുന്നതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ലോകത്തോട് ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ നിർവഹിക്കപ്പെടുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിത്യശിക്ഷാവിധിക്ക് കാരണമാകാതെ കർത്താവെ, നിത്യമായ അനന്തമായ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മുക്തം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.